കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്? നമുക്ക് ആ പ്രവൃത്തി നമുക്കെവർക്കും പരിചിതമാണ്. ഒരു മനുഷ്യകുലത്തിൽ ആരും ചെയ്യാത്ത, ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ സ്തോത്രം, അതുപോലെ മതനേതാക്കന്മാരോ അല്ലെ സ്തോത്രം, ശാസ്ത്രപിതാക്കന്മാരോ ഒന്നും ഈ ലോകത്തിൽ ഉദ്ധാനത്തിന് വേണ്ടിയൊക്കെ, മനുഷ്യ ജീവിതത്തിന് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച അനേക ആൾക്കാരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. തത്വചിന്തകന്മാരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ഇങ്ങനെ പലതും മനുഷ്യകുലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന് വേണ്ടി, അവിടെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്ത ഒരുപാട് പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് അവരിൽ നിന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത? അവൻ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനെന്ന് പറയുവാൻ കാരണം എന്താണ്? അവൻ ഒരേ ഒരു രക്ഷിതാവ്, അല്ലെങ്കിൽ ഒരേ ഒരു പാപപരിഹാരകൻ എന്ന് പറയാൻ കാരണം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. സ്തോത്രം, യേശു മരിച്ചതുപോലെ വേറെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ആഴം. എല്ലാവരും മരിച്ചിട്ടുണ്ട്, പക്ഷേ യേശു മരിച്ചതുപോലെ എന്ത് ചെയ്തിട്ടില്ല. യേശു എന്തിനാണ് മരിച്ചത്? മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വയം ജീവിതത്തെ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്ത ഒരേ ഒരു രക്ഷകൻ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത. പകരം ഇവിടെയുള്ള എല്ലാവരും മരിച്ചിട്ടുണ്ട്, അല്ലേ? പലരും രക്തസാക്ഷികളായിട്ടുണ്ട്. പലരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പല പ്രവൃത്തികൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടിയൊക്കെ പലരും മരണം പൂകിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവൻ, അവനെ പോലെ വേറൊരുവൻ ഉലകത്തിലില്ല എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗലാത്യ ലേഖനത്തിൽ 1:3 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു എന്തിനാണ് മരിച്ചതെന്നുള്ള മറുപടി. പല കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അപ്പം യേശു മരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പാപമാണ് അതിന് കാരണമായത്. എന്തുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു? അതിന് കാരണം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ ഈ ദുഷ്ടലോകം, പാപം നിറഞ്ഞ, ശാപം നിറഞ്ഞ, ശൂന്യത നിറഞ്ഞ, അധാർമികതകളും അശുദ്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ തയ്യാറായ ഒരേ ഒരു രക്ഷകൻ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. എൻ്റെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. ഇങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മാനുഷിക നിന്ദയിൽ നിന്നും അപമാനത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ ദൈവം നിശ്ചയമായിട്ട് നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. ഈ ലോകത്തിലെ പാപമോ ദുഷ്ടശക്തികളോ നമ്മെ തൊടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടെ നിന്ന് ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു കർത്താവിൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ യേശു ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പാപത്തിന് അടിമപ്പെട്ട്, ശാപത്തിന് അടിമപ്പെട്ട്, മാനുഷിക തലങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ സ്വതന്ത്രമാക്കി ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്താലും അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.